ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ നന്നാറി സർബത്താണ് കേട്ടോ. അപ്പോൾ നന്നാറി സിറപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു സർബത്ത് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഈ നന്നാറി നമ്മുടെ നാട്ടിലെല്ലാവരുടെ വീട്ടും മുറ്റത്തും ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ, കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇതിനാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റൊന്നും അത്രക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ മോനെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട്, അമ്മ നല്ലൊരു ചെടിയുടെയൊക്കെ ഫ്ലേവർ വരുന്നുണ്ടെന്നാണ് കേട്ടോ അവനിങ്ങനെ പറയുന്നത്. അപ്പോൾ അവന് എന്തായാലും ഇഷ്ടപ്പെട്ടു. ചൂട് സമയം നട്ടോ, ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത് കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി, മോനി ഉണ്ടാക്കി കൊടുക്കാനാക്കിയതാണ്. അവൻ കുടിക്കുന്നതാണ്. അപ്പോൾ എനിക്കൊരു കൊതി തോന്നി, അപ്പോൾ ഞാനും കുടിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിന്ന് സോഡയാണ് ഒഴിച്ചിരിക്കുന്നത്. വെള്ളത്തിലായാലും പാലിലായാലും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സിറപ്പിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ നന്നാറി വേര് ഇതാണ് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് കുഞ്ഞു വേരാണ്. നമ്മൾ അത്യാവശ്യം നല്ല വണ്ണത്തിൽ തന്നെ ആവും. ഞാൻ നാട്ടിൽ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസമാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ എപ്പോൾ പറിക്കുമ്പോൾ എനിക്ക് ഈ ഒരു വണ്ണത്തിലേക്ക് കിട്ടാറുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു ചെറു വിരലിൻ്റെ വണ്ണത്തിലൊക്കെ ആവും കേട്ടോ ഈ ഒരു വേര്. പക്ഷേ എനിക്ക് ഞാൻ പോകുന്ന സമയമാകുമ്പോഴേക്കും ഇത്ര മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഈ സംഭവം ചെറുതാണെന്ന് വിചാരിച്ച് നമ്മൾ അതിന് വില കുറച്ച് കാണണ്ട കേട്ടോ. നല്ല ഫ്ലേവറാണ് കേട്ടോ. ഈ ഒരു സംഭവം ഇത്ര പോരെ കൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 3/4 ലിറ്ററോളം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സിറപ്പ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകിയെടുക്കണം. ഞാൻ ജസ്റ്റ് നാട്ടിൽ നിന്ന് കഴുകിയിട്ടൊന്ന് ഉണക്കിയെടുത്ത് കൊണ്ടുവന്നു. ഞാൻ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കും കേട്ടോ. ഒരു മണിക്കൂറൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിൽ വേണമെങ്കിൽ കറക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കറക്കിയെടുക്കാം. ഞാൻ മിക്സിയിലൊന്നും കറക്കിയെടുത്തിട്ടില്ല. നമ്മുടെ കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാടൊന്നും അങ്ങ് ചതയൊന്നുമില്ല. അതിൻ്റെ മേലത്തെ തൊലിയൊക്കെ ഇളകിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇതിങ്ങനെ ചതച്ചെടുക്കുമ്പോണ്ടല്ലോ എന്തൊരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നന്നാറിയുടെ. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക്, അപ്പം ഞാൻ അളവ് പറയാൻ മറന്നു. എൻ്റെ നന്നാറി ഉള്ളത് ഏകദേശം 25 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ 25 ഗ്രാമിന് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കിലോ പഞ്ചസാരയും 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ. അതായത് നന്നാറി 25 ഗ്രാം, പഞ്ചസാര 1/2 കിലോ, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് ഈ ഒരു അളവിൽ നമുക്കിത് തിളപ്പിച്ചിട്ട് ഇനി കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പം ഞാനിപ്പം എടുത്തിരിക്കുന്നത് എൻ്റെ ഇതിനകത്ത് 20 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ലെവൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞു തരുന്നത് ഇതാണ്. 25 ഗ്രാം നന്നാറി, 1/2 കിലോ പഞ്ചസാര, 1 ലിറ്റർ നമ്മുടെ വെള്ളം. അങ്ങനെയാണ് ഇത് സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമുക്കതിന് നേരെ അടുപ്പത്തോട്ട് വെക്കുക. എന്നിട്ട് ഇനി വേറൊന്നുമില്ല, ആ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ടല്ലോ. ഇത് നല്ലൊരു സിറപ്പ് പാകമാവണം. അതായത് കയ്യിൽ ഒട്ടുന്ന പരുവം. നമുക്ക് നമ്മുടെ നൂല് പരുവമൊന്നും ആവണ്ട. ഇപ്പം നമ്മൾ ഒരു നൂൽ പരുവം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആവണ്ട. നമ്മൾ കയ്യിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവം ആവണം. അത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ അത്രയും നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് പഞ്ചസാരയൊക്കെ ഉരുകിക്കഴിഞ്ഞ് തിളച്ചപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടുന്ന പരുവം ആകുന്നത് വരെ എനിക്ക് ഏകദേശം ഒരു അരമണിക്കൂറോളം പിടിച്ചു കേട്ടോ ഇതിങ്ങനെ കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ നമ്മുടെ കയ്യിൽ ഇങ്ങനെ നൂല് പരുവം വേണ്ട കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടേ വേണ്ടുള്ളൂ. അത് നൂല് നിൽക്കുന്നില്ല കണ്ടോ. അപ്പോൾ ഈ ഒട്ടുന്ന പരുവായാൽ മതി. നമുക്ക് അപ്പം തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാനില്ല, ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്കിനി ഇത് നേരെ നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ നന്നായി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ശരിക്കും അരിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി വെക്കാം. പിന്നെ നമുക്കത് ആവശ്യം വരുമ്പോൾ നമുക്ക് സർബത്താക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടേത് ഏകദേശം ഒരു 80% നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട്. നല്ല ശരിക്കും കൂടെ ആറിയിട്ടില്ല, എന്നാലും ഒരു 80% ഒക്കെ ആറി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഇവിടുന്ന് മാറ്റി കളയണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ചായ അരിക്കുന്ന അരിപ്പേനകത്തോട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ആറിക്കഴിഞ്ഞിട്ട് നിങ്ങൾ കുപ്പിയിലേക്ക് മാറ്റാവുള്ളൂ. ഞാനിപ്പം വീഡിയോ കാണിക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നത് മാത്രം. ആ കുപ്പി കണ്ടാൽ നിങ്ങൾക്കറിയാം ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, ഒരു ആവി കാണുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ നന്നായി ആറിയതിന് ശേഷം ഇതുപോലെ കുപ്പിയിലാക്കി വെക്കുക. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും കേട്ടോ ഇത്. ഇനി നമ്മളിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ അളവ് എന്ന് പറയുന്നത് 1/4 ഗ്ലാസ് സിറപ്പും 3/4 ഗ്ലാസ് വെള്ളവും, അതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെറുനാരങ്ങ നീര് നമുക്ക് ആവശ്യത്തിന് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ
നന്നാറി സിറപ്പ് നമ്മൾ റെഡിയാക്കിയ സിറപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് വേറൊന്നുമല്ല കേട്ടോ, വീഡിയോക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ അത്രയൊന്നും വേണ്ട. 1/4 കപ്പും സിറപ്പും 3/4 കപ്പ് വെള്ളമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കസ്കസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ വെള്ളം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. പകരം ഇതിൽ പാൽ ഒഴിച്ചിട്ടുണ്ടാക്കുന്നതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സോഡയാണ് കേട്ടോ, മോന് സോഡ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേ നമ്മുടെ സർബത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.